കഴിഞ്ഞ ക്ലാസ്സിൽ കൊളോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് കൊളോയിഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ലയോഫിലിക് കൊളോയിഡ് പ്രിപ്പയർ ചെയ്യാനായി ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയവും മിക്സ് ചെയ്താൽ മതിയാകും. എന്നാൽ ലയോഫോബിക് കൊളോയിഡ്സ് പ്രിപ്പയർ ചെയ്യാനായി സ്പെഷ്യൽ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് കെമിക്കൽ മെത്തേഡ്സ്. ഫെറിക് ക്ലോറൈഡിൻ്റെ ഹൈഡ്രോളിസിസ് റിയാക്ഷൻ വഴി ഫെറിക് ഹൈഡ്രോക്സൈഡ് സോള് പ്രിപ്പയർ ചെയ്യാം. ഫെറിക് ഹൈഡ്രോക്സൈഡ് സോള് പ്രിപ്പയർ ചെയ്യാനായി ഫെറിക് ക്ലോറൈഡിനെ ഹൈഡ്രോളിസിസ് റിയാക്ഷന് വിധേയമാക്കുന്നു. സൾഫർ സോൾ പ്രിപ്പയർ ചെയ്യാനായി സൾഫർ ഡയോക്സൈഡ് സൊല്യൂഷനിലൂടെ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് പാസ് ചെയ്താൽ മതിയാകും. ഇവിടെ ഹൈഡ്രജൻ സൾഫൈഡിനെ സൾഫർ ഡയോക്സൈഡ് ഓക്സിഡേഷന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. ഗോൾഡ് സോള് പ്രിപ്പയർ ചെയ്യുന്നതിനായി ഊറിക് ക്ലോറൈഡിനെ റിഡക്ഷൻ റിയാക്ഷന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഫോർമാൽഡിഹൈഡാണ് റെഡ്യൂസിങ് ഏജൻ്റായി ആക്ട് ചെയ്യുന്നത്. ആർസനിക് സൾഫൈഡ് സോള് പ്രിപ്പയർ ചെയ്യുന്നതിനായി ആർസനിക് ഓക്സൈഡിനെ ഡബിൾ ഡിക്കമ്പോസിഷൻ റിയാക്ഷന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പഠിക്കണമെന്ന് നിർബന്ധമില്ല. സോളുകളുടെ പേരും കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്റ്റൻസും ഓർത്തിരുന്നാൽ മതിയാകും. കൊളോയിഡ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡ് ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ അഥവാ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡാണ്. പ്രധാനമായും മെറ്റൽ സോൾസ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം സോളുകൾ പ്രിപ്പയർ ചെയ്യാനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഏത് മെറ്റലിൻ്റെ സോളാണോ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് അവയുടെ 2 ഇലക്ട്രോഡുകൾ എടുക്കുന്നു. അത് സ്യൂട്ടബിളായ ഡിസ്പെർഷൻ മീഡിയത്തിൽ കെപ്റ്റ് ചെയ്യുന്നു. പിക്ചർ ശ്രദ്ധിക്കുക. ആവശ്യമുള്ള മെറ്റൽ 2 ഇലക്ട്രോഡുകളായി എടുക്കുന്നു. അത് ഒരു സ്യൂട്ടബിൾ ഡിസ്പെർഷൻ മീഡിയത്തിൽ കെപ്റ്റ് ചെയ്യുന്നു. ഒരു ഇലക്ട്രിക് ആർക്ക് ഇവിടെ സ്ട്രക്ക് ചെയ്യാൻ അനുവദിച്ചാൽ ഉയർന്ന റെസിസ്റ്റൻസ് കാരണം മെറ്റല് വേപ്പറൈസ് ചെയ്യുന്നു. ദ എൻറ്റയർ അറേഞ്ച്മെൻറ്റ് ഐസ് ബാത്തിൽ കെപ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് വേപ്പറൈസ് ചെയ്യുന്ന മെറ്റല് ഉടനെ തന്നെ കണ്ടൻസ് ചെയ്യുന്നു. ഇത് കൊളോയിഡൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ ഡിസിൻറ്റഗ്രേഷൻ അഥവാ ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് യൂസ് ചെയ്യുന്നത് പ്രധാനമായും മെറ്റൽ സോളുകളുടെ പ്രിപ്പറേഷന് വേണ്ടിയാണ്. ഈ മെത്തേഡ് വഴി പ്രിപ്പയർ ചെയ്യുന്ന മെറ്റൽസ് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം എന്നിവയാണ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് പെപ്റ്റൈസേഷൻ ആണ്. ഇവിടെ ഒരു ഫ്രഷ്ലി പ്രിപ്പയർഡ് പ്രിസിപ്പിറ്റേറ്റിനെ കൊളോയിഡൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രഷായി പ്രിപ്പയർ ചെയ്ത പ്രിസിപ്പിറ്റേറ്റിനെ ഒരു സ്യൂട്ടബിൾ ഡിസ്പെർഷൻ മീഡിയത്തിൽ എടുക്കുന്നു. അതിനുശേഷം സ്മോൾ എമൗണ്ട് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നു. നന്നായി ഷെയ്ക്ക് ചെയ്യുന്നു. ഇലക്ട്രോലൈറ്റിലെ അയോൺ പ്രിസിപ്പിറ്റേറ്റിൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ആ പ്രിസിപ്പിറ്റേറ്റിനെ കൊളോയിഡൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെപ്റ്റൈസേഷൻ വഴി കൊളോയിഡ് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റിനെ പെപ്റ്റൈസിങ് ഏജൻറ്റ് എന്നാണ് വിളിക്കുന്നത്. പെപ്റ്റൈസേഷൻ വഴി കൊളോയിഡ് പ്രിപ്പയർ ചെയ്യാനായി യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് പെപ്റ്റൈസിങ് ഏജൻറ്റ് എന്നറിയപ്പെടുന്നു. കൊളോയിഡ്സ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. കൊളോയിഡ്സിൽ ഇമ്പ്യൂരിറ്റീസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ കൊളോയിഡ്സിന് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കില്ല. കൊളോയിഡ്സിലെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു ലിക്വിഡ് എമൗണ്ട് വരെ കൊളോയിഡ്സിലെ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് കൊളോയിഡ്സ്
പ്യൂരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ് ഡയാലിസിസ്. ഇവിടെ കൊളോയിഡ്സ് ഒരു സ്യൂട്ടബിളായ മെംബ്രെയിനിൽ എടുക്കുന്നു. പിഗ് ബ്ലാഡർ അല്ലെങ്കിൽ അതുപോലുള്ള അനിമൽ മെംബ്രെയിനാണ് യൂസ് ചെയ്യുന്നത്. ഇത് റണ്ണിങ് വാട്ടറിൽ കെപ്റ്റ് ചെയ്യുന്നു. കൊളോയിഡ്സിൻ്റെ ഒപ്പമുള്ള ഇമ്പ്യൂരിറ്റീസ് പ്രധാനമായും അയോൺസ് ആയിരിക്കും. അത് റണ്ണിങ് വാട്ടറിൻ്റെ ഒപ്പം റിമൂവ് ചെയ്യപ്പെടും. അതേസമയം കൊളോയിഡ്സ് ബാഗിൽ റിമെയിൻ ചെയ്തോളും. ഈ പ്രോസസ്സിൻ്റെ പ്രധാന ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇത് വളരെ സ്ലോ ആണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ പ്രോസസ്സിൻ്റെ സ്പീഡ് കൂട്ടാൻ സാധിക്കും. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ ഡയാലിസിസിൻ്റെ സ്പീഡ് കൂട്ടാൻ സാധിക്കും. ഈ പ്രോസസ്സിനെയാണ് ഇലക്ട്രോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇതാണ് കൊളോയിഡ്സ് പ്യൂരിഫൈ ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ്. ഇലക്ട്രോ ഡയാലിസിസിൽ ഓർഡിനറി ഡയാലിസിസിന് പകരം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. സോ ഇമ്പ്യൂരിറ്റീസ് ഈസിയായി റിമൂവ് ചെയ്യപ്പെട്ടുകൊള്ളും. ഇലക്ട്രോ ഡയാലിസിസിൻ്റെ അഡ്വാൻറ്റേജ് ഓർഡിനറി ഡയാലിസിസിനേക്കാൾ ഫാസ്റ്ററാണ് എന്നതാണ്. നമുക്കിനി മൂന്നാമത്തെ മെത്തേഡ് നോക്കാം. കൊളോയിഡ്സ് പ്യൂരിഫൈ ചെയ്യാനുള്ള മൂന്നാമത്തെ മെത്തേഡ് അൾട്രാ ഫിൽട്രേഷനാണ്. കൊളോയിഡ്സ് ഓർഡിനറി ഫിൽട്ടർ പേപ്പറിലെ പോർസിലൂടെ ഈസിയായി പാസ് ചെയ്യും. എന്നാൽ ഈ ഓർഡിനറി ഫിൽട്ടർ പേപ്പറിനെ കൊളോയിഡിയൻ സൊല്യൂഷനിൽ സോക്ക് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്തെടുത്താൽ അതിലെ പോർസിൻ്റെ സൈസ് കുറയുന്നു. അതിനുശേഷം ഫിൽട്ടർ ചെയ്താൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഫിൽട്ടർ പേപ്പറിൽ റിമെയിൻ ചെയ്തോളും. സോ ഓർഡിനറി ഫിൽട്ടർ പേപ്പറിനെ കൊളോയിഡൽ സൊല്യൂഷനിൽ സോക്ക് ചെയ്താണ് നമ്മളതിൻ്റെ സൈസ് കുറയ്ക്കുന്നത്. കൊളോയിഡോൺ എന്നത് 4% നൈട്രോ സെല്ലുലോസ് ആൽക്കഹോളിൻ്റെയും ഈതറിൻ്റെയും മിക്സ്ചറിൽ ഡിസോൾവ് ചെയ്യുന്നതാണ്. കൊളോയിഡ്സ് പ്യൂരിഫൈ ചെയ്യാനുള്ള 3 മെത്തേഡാണ് നമ്മൾ പരിശോധിച്ചത്: ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ് ആൻഡ് അൾട്രാ ഫിൽട്രേഷൻ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊളോയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസാണ്. ആദ്യം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഒരു ട്രൂ സൊല്യൂഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ കൊളോയിഡ്സിൻ്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും. കൊളോയിഡ്സിൽ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് അഗ്രിഗേറ്റായി എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ട്രൂ സൊല്യൂഷനേക്കാൾ ലോവർ ആയിരിക്കും. അതിനാലാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ലോവർ ചെയ്യുന്നത്. സ്കൈയുടെ ബ്ലൂ കളറ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇത് സൺലൈറ്റ് അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിളിൽ തട്ടി സ്കാറ്ററിങ്ങിന് വിധേയമാകുന്നത് കൊണ്ടാണ്. അറ്റ്മോസ്ഫിയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കൊളോയിഡൽ ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ബ്ലൂ കളറിന് കാരണം ടിൻഡൽ ഇഫക്റ്റാണ്. ഇതാണ് കൊളോയിഡ്സിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി. ടിൻഡൽ ഇഫക്റ്റ് എന്നത് ഒരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, ഇറ്റ് ഈസ് കോൾഡ് ടിൻഡൽ ഇഫക്റ്റ്. ലൈറ്റ് തട്ടി സ്കാറ്ററിങ്ങിന് വിധേയമാകുന്ന ആ പ്രോപ്പർട്ടിയാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. നമ്മളൊരു കൊളോയിഡൽ സൊല്യൂഷനിലൂടെ ഈ സ്ട്രോങ് ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ആ ലൈറ്റിൻ്റെ പാത്ത് ഇലൂമിനേറ്റ് ചെയ്യുന്നതായിട്ട്. ഇതിനെയാണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്.
ഇത് ഡെയിലി ലൈഫിൽ നമ്മൾ പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമാ ഹാളിൽ പ്രൊജക്ടറിൽ നിന്നും സ്ക്രീനിലേക്കുള്ള ലൈറ്റ് പാസ് ചെയ്യുന്ന ആ പാത്ത് ഇലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ലൈറ്റ് ഡസ്റ്റ് പാർട്ടിക്കിളിലും മറ്റും തട്ടി സ്കാറ്ററിങ്ങിന് വിധേയമാകുന്നത് കൊണ്ടാണ്. ടിൻഡൽ ഇഫക്റ്റാണ് അൾട്രാ മൈക്രോസ്കോപ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നത്. കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ ഒബ്സർവ് ചെയ്യാനായിട്ടാണ് നമ്മൾ അൾട്രാ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ടിൻഡൽ ഇഫക്റ്റിനെ ബേസ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. ടിൻഡൽ ഇഫക്റ്റ് ഒക്കർ ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ സൈസും നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്തും നിയർലി സെയിം ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡീസസ് തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ടിൻഡൽ ഇഫക്റ്റാണ് അൾട്രാ മൈക്രോസ്കോപ്പിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടി പരിശോധിക്കാം. ഒരു കൊളോയിഡൽ സൊല്യൂഷൻ അൾട്രാ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്യുകയാണ് എങ്കിൽ ആ കൊളോയിഡൽ പാർട്ടിക്കിൾ എല്ലായ്പ്പോഴും റാൻഡം മൂവ്മെൻറ്റിലാണ് എന്ന് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഈ പ്രോപ്പർട്ടി ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. The zigzag movement of colloidal particles is called Brownian movement. ഇത് ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്. നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഒബ്സർവ് ചെയ്യുകയാണ് എങ്കിൽ അത് എല്ലായ്പ്പോഴും സിക്സാഗ് മൂവ്മെൻറ്റിലായിരിക്കും. ഇങ്ങനെയുള്ള ആ സിക്സാഗ് മൂവ്മെൻറ്റിനെയാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ബ്രൗണിയൻ മൂവ്മെൻറ്റ് ഒക്കർ ചെയ്യുന്നത് കൊളോയിഡൽ പാർട്ടിക്കിൾസും ഡിസ്പേഴ്സൺ മീഡിയവും തമ്മിലുള്ള അൺബാലൻസ്ഡ് ബൊമ്പാർഡ്മെൻറ്റ് നടക്കുന്നത് കൊണ്ടാണ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് എല്ലായ്പ്പോഴും റാൻഡം മൂവ്മെൻറ്റിലായതുകൊണ്ട് അതൊരിക്കലും സെറ്റിൽ ചെയ്യില്ല. സോ കൊളോയിഡ്സിൻ്റെ സ്റ്റെബിലിറ്റിക്ക് ഒരു കാരണം ബ്രൗണിയൻ മൂവ്മെൻ്റ് ആണ്. നാലാമത്തെ പ്രോപ്പർട്ടി, കൊളോയിഡ്സിന് ചാർജ് ഉണ്ടായിരിക്കും. ഇത് ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ്. ഒരു പ്രത്യേക കൊളോയിഡിന് എല്ലായ്പ്പോഴും സെയിം ടൈപ്പ് ഓഫ് ചാർജാണ് ഉണ്ടാകുന്നത്. അത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. കൊളോയിഡ്സിന് സെയിം ടൈപ്പ് ചാർജ് ആയതുകൊണ്ട് ഇതെല്ലായ്പ്പോഴും റിപ്പല് ചെയ്യും. അവ ഒരിക്കലും സെറ്റിൽ ചെയ്യുന്നില്ല. സോ കൊളോയിഡ്സിൻ്റെ സ്റ്റെബിലിറ്റിക്കുള്ള പ്രധാന കാരണം അവയ്ക്ക് സെയിം ടൈപ്പ് ഓഫ് ചാർജാണ് എന്നതാണ്. എങ്ങനെയാണ് കൊളോയിഡ്സിന് ചാർജ് ഉണ്ടാകുന്നത്? അതിലെ പ്രധാന രീതി എന്ന് പറയുന്നത് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഫ്രം ദ റിയാക്ഷൻ മീഡിയം. കൊളോയിഡ് ഫോം ചെയ്യുമ്പോൾ ആ സൊല്യൂഷനിൽ നിന്നും ഒരു പ്രത്യേക അയോണിനെ അത് അഡ്സോർബ് ചെയ്യുന്നു. നമുക്കൊരു ഉദാഹരണം നോക്കാം. സിൽവർ അയഡൈഡ് കൊളോയിഡ് ഫോം ചെയ്യുന്നത് സിൽവർ നൈട്രേറ്റ് എക്സസ് പൊട്ടാസ്യം അയഡൈഡിലേക്ക് ആഡ് ചെയ്തിട്ട് ആണ് എന്ന് കരുതുക. സിൽവർ നൈട്രേറ്റ് എക്സസ് പൊട്ടാസ്യം അയഡൈഡിലേക്ക് ആഡ് ചെയ്യുന്നു. ഇവിടെ സിൽവർ അയഡൈഡ് കൊളോയിഡ് ഫോം ചെയ്യും. ഈ സിൽവർ അയഡൈഡ് കൊളോയിഡ് സൊല്യൂഷനിൽ നിന്നും അയഡൈഡ് അയോണിനെ അഡ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ട് സിൽവർ അയഡൈഡ് കൊളോയിഡിന് നെഗറ്റീവ് ചാർജാണ് ഉണ്ടാകുന്നത്. സിൽവർ അയഡൈഡ് പ്രിഫറൻഷ്യലായി അയഡൈഡ് അയോണിനെ അഡ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ സിൽവർ അയഡൈഡിന് നെഗറ്റീവ് ചാർജ് ലഭിച്ചത്. ഈ കൊളോയിഡിന് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇത് അതിൻ്റെ കൗണ്ടർ അയോണായ പൊട്ടാസ്യം അയോണിനെയും അഡ്സോർബ് ചെയ്യാം. ഇവിടെ സിൽവർ അയഡൈഡ് കൊളോയിഡിന് ചുറ്റുമുള്ള അയഡൈഡ് അയോണിൻ്റെ ലെയർ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ലെയറാണ്. അതേസമയം ഔട്ടർ ലെയറായ പൊട്ടാസ്യം അയോണിൻ്റെ ലെയർ ഒരു ഡിഫ്യൂസ്ഡ് ലെയറാണ്. ഇങ്ങനെ ഫിക്സഡ് ലെയറും ഡിഫ്യൂസ്ഡ് ലെയറും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ അഥവാ സീറ്റ പൊട്ടൻഷ്യൽ എന്നാണ് വിളിക്കുന്നത്.
ഒരു കൊളോയിഡ് ഫോം ചെയ്ത് കഴിയുമ്പോൾ അത് പ്രിഫറൻസ് വഴി ഒരു അയോണിനെ അഡ്സോർബ് ചെയ്യുന്നു. അതിന് ഒരു പ്രത്യേക ചാർജ് ലഭിക്കുന്നു. ദെൻ അത് അതിൻ്റെ കൗണ്ടർ അയോണിനെ കൂടി അഡ്സോർബ് ചെയ്യുന്നു. അങ്ങനെ കൊളോയിഡിന് ചുറ്റും ഒരു ഫിക്സഡ് ലെയറും ഒരു ഡിഫ്യൂസർ ലെയറും ഫോം ചെയ്യുന്നു. ഈ ഫിക്സഡ് ലെയറും ഡിഫ്യൂസർ ലെയറും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ അഥവാ സീറ്റ പൊട്ടൻഷ്യൽ. കൊളോയിഡ്സിന് സെയിം ടൈപ്പ് ഓഫ് ചാർജാണ് ഉള്ളത് എന്നത് അടുത്ത പ്രോപ്പർട്ടി വഴി നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. കൊളോയിഡൽ സൊല്യൂഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണ് എങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എല്ലാം ഒരു ഇലക്ട്രോഡിലാണ് പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതെപ്പോഴും ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ദിസ് മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് ഈസ് കോൾഡ് ഇലക്ട്രോഫോറസിസ്. അടുത്ത പ്രോപ്പർട്ടി ഇലക്ട്രോഫോറസിസ് ആണ്. ഒരു കൊളോയിഡൽ സൊല്യൂഷൻ നമ്മൾ എടുക്കുന്നു, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ കൊളോയിഡൽ പാർട്ടിക്കിളിന് നെഗറ്റീവ് ചാർജ് ആണ് എന്ന് കരുതുക. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എല്ലാം ഓപ്പോസിറ്റ്, അതായത് ഇവിടെ പോസിറ്റീവ് ചാർജുള്ള ആ ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇത് പോസിറ്റീവ് ചാർജുള്ള ആ ഇലക്ട്രോഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. സോ മൂവ്മെൻറ്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് ഈസ് കോൾഡ് ഇലക്ട്രോഫോറസിസ്. ഈ എക്സാമ്പിളിൽ എല്ലാ കൊളോയിഡ്സിനും നെഗറ്റീവ് ചാർജാണ്. അതുകൊണ്ടാണ് കൊളോയിഡൽ പാർട്ടിക്കിൾ എല്ലാം പോസിറ്റീവ് ഇലക്ട്രോഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്തത്. ഇവിടെ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ് എന്ന് കരുതുക. കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് ബ്ലോക്ക് ചെയ്താൽ ഇവിടെ ഡിസ്പേർഷൻ മീഡിയം ഓപ്പോസിറ്റ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതിനെ ഇലക്ട്രോ ഓസ്മോസിസ് എന്നാണ് പറയുന്നത്. കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് ഏതെങ്കിലും രീതിയിൽ ബ്ലോക്ക് ചെയ്താൽ അവിടെ ഡിസ്പേർഷൻ മീഡിയം ഓപ്പോസിറ്റ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ പ്രോപ്പർട്ടി ഇലക്ട്രോ ഓസ്മോസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 പ്രോപ്പർട്ടിയും കൊളോയിഡ്സിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ്.